അപ്പോൾ ഹലോ മച്ചന്മാരെ, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ നിലമ്പൂരിൻ്റെ എൻ്റെ വീടിൻ്റെയൊക്കെ അടുത്തുള്ള മറ്റൊരു ചെറിയ സ്പോട്ടായ ബംഗ്ലാവുംകുന്നിലേക്കൊന്ന് പോയി നോക്കാൻ വിചാരിച്ചു. അപ്പോൾ ബംഗ്ലാവുംകുന്ന് കാണാത്തവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തേക്കും തോട്ടമാണ്, സർക്കാരിൻ്റെ തേക്കും തോട്ടമാണ്. ഇത് ഫുള്ള് തേക്കാണ്, അങ്ങോട്ട് ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ്. പിന്നെ രണ്ട് സൈഡിലും പാടം. ഇത് ഞങ്ങൾ കമ്മട്ടിപ്പാടം എന്നാണ് ഈ സ്ഥലത്തിനെ വിളിക്കുന്നത്. ഇത് ഞങ്ങളുടെ കമ്മട്ടിപ്പാടം, നിലമ്പൂരിലെ കമ്മട്ടിപ്പാടം. ഇവിടെ ഇപ്പോൾ മഴയൊക്കെ പെയ്താകെ ചെടിയൊക്കെ വളർന്നിരിക്കുക. മറ്റേത് സമ്മറിൽ ഫുള്ള് ഡ്രൈ ആയിരിക്കും. അപ്പോൾ ഇവിടെ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമാണ് ഞങ്ങൾ. ഇതൊരു ഗ്രൗണ്ടാവും. അപ്പോൾ അടിപൊളി സ്പോട്ടാണ് നാട്ടിലെ. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ബംഗ്ലാവുംകുന്നിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ബംഗ്ലാവുംകുന്നിലേക്കുള്ള യാത്ര തുടങ്ങാം. അധികം ദൂരമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 10-12 കിലോമീറ്ററൊക്കെ ഉള്ളൂ. ഇപ്പോൾ പതിവില്ലാതെ നാട്ടിൽ നിന്ന് തിരക്ക് കുറവാട്ടോ. ഇന്നലെ ബൈ ഇലക്ഷൻ കലാശക്കൊട്ടായിരുന്നു. ടൗണിൽ വൺ പരിപാടിയായിരുന്നു. ഞാനൊരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പരിപാടീൻ്റെ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിലമ്പൂരിൽ ഇന്നത്തോടെ കൊട്ടിക്കലാശം കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഇലക്ഷനാണ്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു അവധിയാണെന്ന് തോന്നുന്നു. കാരണം റോഡിലൊന്നും ആരെയും കാണുന്നില്ല. സാധാരണ ഇവിടെയൊക്കെ ബ്ലോക്കാണ്. ചന്തക്കുന്ന് എന്നൊക്കെ പറയണത് നിലമ്പൂരിലെ MG റോഡാണ്. അജാതി ബ്ലോക്കായിരിക്കും. പക്ഷെ ഇന്ന് എന്തോ പീസാണ്. അപ്പോൾ ചന്തക്കുന്ന് എത്തിയിട്ട് ലെഫ്റ്റ് എടുത്തിട്ടുള്ള വഴി കയറിയുമ്പോഴാണ് നമ്മുടെ ബംഗ്ലാവുംകുന്നിലേക്കുള്ള റോഡ്. അപ്പം ഇങ്ങനത്തെ ഒരു വഴിക്കോ നമ്മൾ ഉള്ളിൽ കയറുക. ഇനി ഫുള്ളൊരു ഫോറസ്റ്റ് മൂടായിരിക്കും കേട്ടോ. ഇതൊരു പീസ്ഫുൾ സ്പോട്ടാണ്. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഒരു ബംഗ്ലാവ് തന്നെ ഉള്ളൂ. പക്ഷെ ഇങ്ങോട്ട് വരുന്ന ഈ വഴി അതൊരു അടിപൊളി റൂട്ടാണ്. ചാലിയാർ വ്യൂ ഡോർമിറ്ററി. ഇതിൻ്റെ ഒരു സർക്കാരിൻ്റെ സ്റ്റേ ആണ് ഡോർമിറ്ററി. അപ്പോൾ ഇതാണ് പ്രശസ്തമായ ബംഗ്ലാവുംകുന്ന്. നമുക്കൊന്ന് പോയി നോക്കാം. പിന്നെ തിരക്കൊന്നുമില്ല, അതുകൊണ്ട് നല്ല ഫ്രീ ആയിട്ട് ഷൂട്ട് ചെയ്യാം. ഇതാണ് അതിൻ്റെ വരാന്ത. പഴയ ബ്രിട്ടീഷുകാരുടെ ബംഗ്ലാവാട്ടോ. ഇതിൻ്റെ ഒരു സെറ്റപ്പൊക്കെ കണ്ട. നമുക്കൊന്ന് മുകളിലേക്ക് കയറി നോക്കാം, എന്നിട്ട് താഴെ കവർ ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ എൻട്രൻസ്. ഇതൊരു റൂമാണെന്ന് തോന്നുന്നു. യെസ്, ഇതൊരു റൂമാണ്. ഇത് അടുത്ത റൂം. മരം കൊണ്ടുള്ള സ്റ്റെപ്പാട്ടോ, പഴയ സ്റ്റെപ്പ്. ഇത് പിന്നെ പരിസര വിരോധികൾ, സാമൂഹ്യ വിരുദ്ധർ അവർ തോന്നിയ ദിവസം കാട്ടി വയ്ക്കുമല്ലോ എവിടെ പോയാലും. നമ്മൾ മൈൻഡ് ചെയ്യണ്ട. താഴത്തെ മാതിരി തന്നെ മുകളിലത്തെ കോറിഡോറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 റൂമുണ്ട്. എൻ്റെ ജനലുകളൊക്കെ ഉള്ള ഭംഗിയായിട്ട് കാണാൻ, കളറൊക്കെ ചെയ്ത്.
മുകളിലൊക്കെ വേറെ എന്തോ ഷീറ്റ് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ചോർന്നിട്ട് വെള്ളം ചോരാതിരിക്കാൻ വേണ്ടി വെച്ചതാണ്. ഇപ്പോൾ മുകളിൽ പ്രത്യേകിച്ചൊന്നുമില്ല, താഴത്തേക്ക് തന്നെ പോയി വെക്കാം. പണ്ടത്തെ ടാങ്ക് കേട്ടോ, വാട്ടർ ടാങ്ക്. അതിൻ്റെ ലുക്ക് കണ്ടാൽ തന്നെ അറിയാം. അതൊരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ താഴത്തേക്ക് പോകാൻ. അപ്പോൾ ഇതാണ് ബംഗ്ലാവും കുന്ന്. ബംഗ്ലാവും കുന്നിലെ ബംഗ്ലാവ്, ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷുകാർ പണിഞ്ഞ ബംഗ്ലാവ്. ഇവിടെ ഒരു സ്കൈ വാക്കും പണിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ വഴി പോയി നോക്കാം. മരത്തിൻ്റെ ഒക്കെ സൈസ് നോക്കി. ഇപ്പോൾ ചെറിയ മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടാ. നല്ല രസമുണ്ട് വെയിലത്ത് മഴ കാണാൻ ബംഗ്ലാവിൽ. അപ്പോൾ നമുക്ക് സ്കൈ വാക്ക് കൂടെ നടന്നു നോക്കാം. ഇതാണ് സ്കൈ വാക്ക്. കൊള്ളാം, സെറ്റപ്പ് കൊള്ളാം. ഇതിന് മുന്നേ ഞാൻ വന്നപ്പോൾ കണ്ടത് ഇവിടെ ഫുള്ള് കമിതാക്കളിരുന്ന് പ്രണയിക്കണതാണ്. അങ്ങനത്തെ ഒരു സ്പോട്ടായിരുന്നു. ഇന്നെന്താ അറിയില്ല, മഴക്കാലമായത് കൊണ്ടാണെന്ന് തോന്നുന്നു അധികാരം വന്നിട്ടില്ല. ഇത്രയും ദിവസം മഴയായിരുന്നു, പെട്ടെന്ന് ഒരു വെയിൽ വന്നപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഇറങ്ങിയതാണ് ഈ സ്പോട്ടിക്ക്. ഇതൊരു ഫോറസ്റ്റ് വാക്കാട്ടോ ശരിക്കും. ഒരു കാടിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോണത്. കണ്ടോ, അവിടെ 2 കമിതാക്കൾ ഇരിപ്പുണ്ട്. ഡിസ്റ്റർബൻസ് ആവുക. അപ്പോൾ താഴെ അടച്ചിട്ടിരിക്കുക ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഓഫ് റോഡിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് മുകളിലേക്ക് പോവാം. അല്ല, കുഴങ്ങി നടന്നിട്ട് എത്തിയിട്ട തിരിച്ച്. കുടിവെള്ളമൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ വന്നു കഴിഞ്ഞാൽ. അതൊരു വലിയ കാര്യം തന്നെ. സ്കൈ വാക്കൊക്കെ നടന്ന് തിരിച്ചെത്തുമ്പോൾ വെള്ളം കിട്ടണമെങ്കിൽ നല്ലൊരു കാര്യമാണ്. ഇത് എർത്ത് കുറ്റി കേട്ടോ. ചെറിയൊരു മലേൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യണത്. അതുകൊണ്ട് എർത്തടിക്കാതിരിക്കാൻ കുറ്റിയടിച്ച. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ബംഗ്ലാവും കൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ പറയും, അഭിപ്രായങ്ങൾ പറയും. ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈ.